എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. നമ്മൾ ഇന്ന് 18ാമത്തെ നമ്മുടെ മെഡിറ്റേഷനാണ്, ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ്. രക്ഷിക്കപ്പെട്ട ശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവിനെ ദൈവവചനത്തിൽ നിന്ന് അവിടുത്തെ ജീവിത ശൈലി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ദൈവവചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ലൈഫ് സ്റ്റൈലുണ്ട്, ജീവിത ശൈലിയുണ്ട്, അവിടുത്തെ ശിഷ്യത്വത്തോടുള്ള ബന്ധത്തിലുള്ള ഉപദേശങ്ങളുമുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യപ്രകൃതം എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കിയ ശേഷം അവിടുത്തെ ജീവിത ശൈലിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ശിഷ്യത്വത്തോടുള്ള ബന്ധത്തിലുള്ള അവിടുത്തെ ടീച്ചിങ്സ് പിന്നീട് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ പ്രതികരണങ്ങളും അവിടുത്തെ ജീവിത ശൈലിയും മാത്രമല്ല, അവിടുന്ന് സുവിശേഷീകരണത്തിൽ എന്താണ് സുവിശേഷം പറഞ്ഞത് എന്ന കാര്യം കൂടെ സന്ദർഭവശാൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 9-50 വരെയുള്ള വേദഭാഗത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 31 വരെയുള്ള വചനങ്ങളിൽ നസ്രയത്ത് പള്ളിയിൽ കർത്താവ് ശുശ്രൂഷിച്ചതാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഇത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സന്ദർഭമാണ്. ലൂക്കോസ് എന്ന എഴുത്തുകാരന് ഗലീലയിലെ ശുശ്രൂഷയിൽ പല കാര്യങ്ങൾ അദ്ദേഹത്തിന് ആദ്യം രേഖപ്പെടുത്താമായിരുന്നു. പല ശുശ്രൂഷകൾ ഇൻട്രൊഡക്ടറി ആയിട്ട് പറയാമായിരുന്നു. എങ്കിലും അദ്ദേഹം കർത്താവ് വളർന്നു വന്ന നസ്രയത്തിലെ സിനഗോഗിൽ കയറി ശുശ്രൂഷിച്ചതാണ് ഇൻട്രൊഡക്ടറി ആയിട്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ കാരണം ഈ ഭാഗം യേശുവിനെ മശിയയായി തിരിച്ചറിയുന്ന വചനങ്ങൾ ആണ്. അതുകൊണ്ട് ലൂക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഈ ഒരു വേദഭാഗം ആദ്യം രേഖപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യേശുവിൻ്റെ ശുശ്രൂഷയെ വളരെ ഭംഗിയായി നിർവചിക്കുന്ന വേദഭാഗങ്ങളാണ് എന്ന് കഴിഞ്ഞ ഒരു സെഷനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഈ വേദഭാഗത്തിൽ നസ്രയത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ സ്വീകരണവും പിന്നീട് കർത്താവിനെ തിരസ്കരിക്കുന്നതുമായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. 16-17 വാക്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പരിശോധിച്ചു. 18-19 വാക്യങ്ങളിൽ നമുക്കിന്ന് നിൽക്കാം. 18ന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഒരുമിച്ച് കൂടി വന്നപ്പോൾ നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഞാൻ 16 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കാം. അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. അത് റിപ്പീറ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. 17-ാം വചനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി.
അതിനോടുള്ള ബന്ധത്തിലും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇനിയും യെശയ്യാ പ്രവചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് കർത്താവ് വായിക്കുന്ന വേദഭാഗമാണ് 18-19 വാക്യങ്ങൾ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഇപ്പൊ ചുരുള് തുറന്ന് കർത്താവ് ഈ വേദഭാഗം പർട്ടിക്കുലറായിട്ട് തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആ വേദഭാഗത്തിലാണ് നമ്മൾ ഇന്ന് അല്പമായിട്ടൊന്ന് ചിന്തിപ്പാൻ കഴിയുന്നത്. അതിനുശേഷം സമയമുണ്ടെങ്കിൽ 20-21 വാക്യങ്ങളിലൂടെ നമുക്ക് വേഗത്തിൽ നോക്കുവാൻ ഇടയായി തീരട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം യെശയ്യാവ് 61-1-2 വാക്യങ്ങളാണ് കർത്താവ് ഇവിടെ എടുത്ത് പറയുന്നത്. ഈ വാക്യം മെശിയായുടെ ശുശ്രൂഷയെ സംക്ഷിപ്തമായി സംഗ്രഹിക്കുന്നതാണ്. വളരെ കണ്ടൻസ് ആയിട്ട് കർത്താവിന്റെ ശുശ്രൂഷയെ വിവരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇവിടെ ദരിദ്രന്മാരോട്, ബദ്ധന്മാർക്ക്, കുരുടന്മാർക്ക്, പീഡിതന്മാർ, ഇങ്ങനെ 4 പ്രയോഗങ്ങൾ. അത് മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ആണ്, രൂപക ഭാഷ അല്ലെങ്കിൽ സാദൃശ്യ ഭാഷ ഉപയോഗിച്ചിരിക്കുകയാണ്. ഈ സാദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത് പാപികളായ മനുഷ്യരുടെ അധപ്പതിച്ച ആത്മീക അവസ്ഥ അല്ലെങ്കിൽ അനുഭവമാണ്. പാപിയായ മനുഷ്യനെ യെശയ്യാ പ്രവാചകൻ വിവരിക്കുകയാണ്. ഇതാണ് അവന്റെ ശരിയായ ആത്മീക കണ്ടീഷൻ. ഇങ്ങനെ പാപത്തിൽ ബന്ധിക്കപ്പെട്ടവരെ രക്ഷിക്കാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് അതിന് മുൻകൈയെടുത്ത് അവിടുത്തെ പുത്രനിലൂടെ ആ കാര്യങ്ങൾ, അതിനുള്ള വഴികൾ തുറക്കുന്നു. അതാണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്ന ആ യാഗം. പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ പാപികൾ നിൽക്കുമ്പോൾ അവരുടെ യഥാർത്ഥ ആത്മീക അവസ്ഥയെ വിവരിക്കാൻ ഈ രൂപക ഭാഷ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായ ചിത്രീകരണമാണ്. ഇപ്പൊ നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട വിശ്വാസത്തിൽ കടന്നു വരാത്ത ആളുകളെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അല്ലായിരിക്കാം കാണുന്നത്. പക്ഷെ എല്ലാ പാപികളെയും കർത്താവ് കാണുന്നത് ഇങ്ങനെയാണ്. പാപികളായ മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്ത അവരുടെ നിസ്സഹായ അവസ്ഥയെ വിവരിക്കുന്ന പ്രയോഗങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പം മനുഷ്യന്റെ ആവശ്യമെന്ന് പറയുന്നത്, മനുഷ്യന്റെ പ്രധാനപ്പെട്ട പ്രശ്നമാകുന്ന പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. ആ വിടുതലിന്റെ സന്ദേശം, ഈ പ്രശ്നത്തിന്റെ പരിഹാരം പ്രഘോഷിക്കാനാണ് മശിയ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്, ഈ ഭൂമിയിൽ വന്നത്. നിങ്ങൾ നോക്കിയ ആദ്യത്തെ വാക്യങ്ങളൊക്കെ, ആ വാക്കുകൾ, പാപമാണ് മനുഷ്യനെ ആന്തരികമായി ദരിദ്രനാക്കിയിരിക്കുന്നത്. നമ്മൾ ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് മീറ്റ് ചെയ്തപ്പോൾ ആ വിഷയം ഒന്ന് ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വലിയ എക്സ്പ്ലനേഷനിലേക്ക് പോകാതെ അടുത്ത മെറ്റഫോഴ്സ് ആണ് ഞാൻ കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം, ഈ ദാരിദ്ര്യം ആത്മീക ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇതുപോലെ തന്നെ പാപം മനുഷ്യനെ ആത്മീകമായി ഞെരിച്ച് ബന്ധികളാക്കുന്നു.
പാപം മനുഷ്യനെ ആത്മീകമായി അന്ധരാക്കുന്നു. ഇതെല്ലാം ആത്മീകമായി പാപികളുടെ സ്ഥിതിയാണ്. പാപം മനുഷ്യന്റെ വ്യക്തിത്വത്തെ, അവന്റെ പേഴ്സണാലിറ്റിയെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് സിൻ ഡസ്. സിന്നാണ് പ്രധാന വിഷയം. പലപ്പോഴും നമ്മൾ പ്രധാന വിഷയം മാറ്റിവെച്ചാണ് മറ്റ് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. കർത്താവ് വന്ന പ്രൈമറി റീസൺ ഈ പ്രധാന വിഷയത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെടാത്ത ലോകത്തെ നമ്മൾ കാണുമ്പോൾ, നമ്മുടെ ഇടയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, മക്കളുണ്ട്, അങ്ങനെയൊക്കെ ആളുകളെ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരെ വിലയിരുത്തുന്നത്? ഭയങ്കര പണക്കാരും ഉന്നതമായ സ്വാധീനമുള്ള ആളുകളൊക്കെ നമുക്ക് ചുറ്റിനുമുണ്ട്. എന്നാൽ അവരെ ദരിദ്രരായിട്ടും അന്ധരായിട്ടും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ അവരെ വിലയിരുത്തുന്നത് വേറൊരു നിലയിലാണ്. അവര് ജീവിതത്തിൽ അവർക്ക് എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, ലോകത്തിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾക്ക് തോന്നിയേക്കാം. ചില ആളുകൾ അത് ബ്ലെസ്ഡ് ആയിട്ടും ചിന്തിച്ചേക്കാം. പക്ഷേ യേശുക്രിസ്തുവിലൂടെ രക്ഷാനിർണയം പ്രാപിക്കാത്ത സകല ആളുകളുടെയും യഥാർത്ഥ ആത്മീക സ്ഥിതി ഇതാണ്. അവരാത്മീകമായി ദരിദ്രരാണ്, ആത്മീകമായി ബദ്ധന്മാരാണ്, ആത്മീകമായി കുരുടന്മാരാണ്, ആത്മീകമായി പീഡിതന്മാരുമാണ്. ഇതാണ് പാപിയുടെ പരിതാപകരമായ ആത്മീക അവസ്ഥ. ഇത് പാപികൾക്ക് ബോധ്യമാകണം. എല്ലാരും ദരിദ്രരാണ്, ലോകത്തിലുള്ള സകല മനുഷ്യനും ദരിദ്രനാണ്. പക്ഷേ ദരിദ്രനാണെന്ന് സ്വയബോധം വരുമ്പോഴാണ് സുവിശേഷം അവർക്ക് ഗുഡ് ന്യൂസ് ആയി മാറുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും എനിക്ക് വ്യക്തിപരമായി സുവിശേഷം പറയാൻ വളരെ താല്പര്യമാണ്. അങ്ങനെ കർത്താവ് എനിക്ക് നിയോഗം തരുന്ന ആളുകളോടൊക്കെ ഞാൻ പറയും. എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരികയാണ്, ഏകദേശം 27 വയസ്സോളം പ്രായമുള്ള ഒരു യൗവനക്കാരനോട് ഞാൻ ചോദിച്ചു, അവൻ ക്രൈസ്തവനാണ്, മോൻ സ്വർഗത്തിൽ പോകുമോ? അവൻ പറഞ്ഞു യെസ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോൻ എന്താ അത്ര കോൺഫിഡൻസ് ആയി സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ കാരണം? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനൊന്നും അല്ല, ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്, മാതാപിതാക്കളുടെ കൂടെ താമസിക്കുന്നു, അവര് പറയുന്ന അത്യാവശ്യം അനുസരിക്കുന്നു, അങ്ങനെ വലിയൊരു പ്രശ്നക്കാരൊന്നും അല്ല ഞാൻ. എന്നതുകൊണ്ട് തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഞാൻ പോകും. അപ്പൊ ഇവൻ ഇത് പറയുമ്പോൾ ഇതാണ് പൊതുവെ ആളുകൾ ചിന്തിച്ചിരിക്കുന്നത്. He doesn't feel the need for a savior. ഞാൻ ദരിദ്രനാണ്, ഞാൻ ബന്ധിക്കപ്പെട്ടവനാണ് എന്ന് സുവിശേഷം സ്വീകരിക്കാത്ത ആളിന് ബോധ്യമാകണം. എനിക്ക് എന്നെ തന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. ഐ ആം ഇൻ ബോണ്ടേജ് ടു സിൻ. ഈ ബോധ്യം അവന്റെ ഉള്ളിൽ വരുമെങ്കിൽ മാത്രമേ അവന് സുവിശേഷത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യം വരികയുള്ളൂ. എനിക്കൊരു രക്ഷകനെ ആവശ്യമാണ് എന്നുള്ള ബോധ്യം വരികയുള്ളൂ. ശരിക്കും നമ്മൾ വേദപുസ്തകം പഠിച്ചാല് നമ്മൾ ആദ്യം പറയേണ്ടത് ബാഡ് ന്യൂസ് ആണ്. Bad news is that man is a sinner and there is no hope for man without the gospel. ബാഡ് ന്യൂസ് പറയുമ്പോഴാണ് ഗുഡ് ന്യൂസിന് വേണ്ടി ആളിന്റെ ഹൃദയം തുറക്കപ്പെടുന്നത്. ഡോക്ടറുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല,
ടെർമിനൽ ഇൽനെസ് ഉള്ളവനോട് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായ ഒരു സന്തോഷം തോന്നും, പക്ഷേ മാസങ്ങൾക്കകം ആള് ക്ലോസ് ആവും. പക്ഷെ ഒരു ഡോക്ടർ പറയുകയാണെന്നിരിക്കട്ടെ, സഹോദര സഹോദരി, നിങ്ങൾക്ക് ഇന്നതാണ് പ്രശ്നം, മാരക രോഗമാണ്, നിങ്ങളുടെ മുഖം അന്നേരം ചിലപ്പോൾ ഒന്ന് വാടും, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് പറയുകയാണെന്നിരിക്കട്ടെ, പേടിക്കണ്ട, അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ഞാൻ അനേകരെ അങ്ങനെ ട്രീറ്റ് ചെയ്ത് സൗഖ്യമാക്കിയിട്ടുണ്ട്. ആ ഗുഡ് ന്യൂസിനപ്പോൾ നിങ്ങൾക്ക് വിലയാണ്. ഇതുപോലെയാണ് ട്രൂ കണ്ടീഷൻ. ഞാൻ ആ യൗവനക്കാരനോട് ഐ ടോൾഡ് ഹിം ദ ബാഡ് ന്യൂസ്. മോനെ, നിന്റെ സൽപ്രവർത്തികൾ ദൈവസന്നിധിയിൽ കറപുരണ്ട തുണി പോലെയുള്ളൂ. യു വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ബൈ എ ഹോളി ഗോഡ് ബിക്കോസ് ഓഫ് യുവർ ഗുഡ് ഡീഡ്സ്. യു നീഡ് ദ ഗോസ്പൽ. അടുത്ത ഞായറാഴ്ച അവൻ സഭായോഗത്തിനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കൾ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണം. സോ കർത്താവ് ഇവിടെ പറയുന്നത് ശരിക്കും എക്സ്പ്ലിസിറ്റായി ദ ട്രൂ കണ്ടീഷൻ ഓഫ് എ സിനർ. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കണേ, നസ്രയത്തിലെ പള്ളിയിൽ ഇരിക്കുന്നത് ആരാണ്? ജൂയിഷ് പീപ്പിൾ. അവര് ചുമ്മാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന പുള്ളികളൊന്നുമല്ല. നമ്മളെ ഉദ്ദേശിക്കുന്ന മഹാപാപങ്ങളൊന്നും അത് അവർ ചെയ്തിട്ടില്ല. അവര് ശനിയാഴ്ച ശാബത്തിൽ വന്ന് പാട്ട് പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ന്യായപ്രമാണം വായിക്കുന്നുണ്ട്, നല്ല ഒരു പ്രസംഗം കേൾക്കും. നമ്മള് ആത്മീയരാണ്, സ്പിരിച്വൽ. അവരോടാണ് കർത്താവ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 61-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട്, അപ്പൊ അവർക്കെല്ലാം അറിയാം ദിസ് ഇസ് എ മെസ്സിയാനിക് പാസേജ്. കർത്താവ് പറഞ്ഞ് മെസ്സിയ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് പാപികൾക്ക് സൊല്യൂഷന് വേണ്ടിയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ. കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ആദ്യം പാപികൾക്ക് അവരുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരണം. എങ്കിൽ മാത്രമേ മശിഹായുടെ രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ച് അവർക്ക് ആഗ്രഹം വരികയുള്ളൂ. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമ്മളൊരു വാക്ക് ചിന്തിക്കുക. വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ്? ഇറ്റ് ഈസ് റിഗാർഡിംഗ് deliverance for sin. That's the main message. യേശുവിന്റെ പ്രധാന മെസ്സേജ് അതായിരുന്നു. ചർച്ചിന്റെ പ്രധാനപ്പെട്ട മെസ്സേജ് അതായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 47-ാം വാക്യത്തിൽ അതല്ലേ പ്രസംഗിക്കാൻ പറഞ്ഞത്? മാനസാന്തരവും പാപമോചനവും അവിടുത്തെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങി എല്ലായിടത്തും നിങ്ങൾ പ്രസംഗിക്കണം. ജീസസ് വന്ന അതാണ്, ആ വിഷയത്തിന് വേണ്ടിയാണ്. പാപികൾക്ക് സൊല്യൂഷൻ പ്രസംഗിക്കുക മാത്രമല്ല, അൾട്ടിമേറ്റ്ലി ഹി ഈസ് ദ സൊല്യൂഷൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചർച്ചിനെ ഏൽപ്പിച്ചിരിക്കുന്നതും ഈ കാര്യം വിളംബരം ചെയ്യാനാണ്. പലപ്പോഴും നമ്മൾ പല മറ്റു കാര്യങ്ങളിൽ സൈഡ് ട്രാക്റ്റായി പോകാറുണ്ട്. ഇത് നമുക്കൊരു എൻകറേജ്മെന്റ് ആയി മാറട്ടെ. അപ്പൊ 18-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ ദരിദ്രന്മാരോട്, മശിയ ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിക്കും. അപ്പൊ ഇത് ഭൗതിക തലത്തിലുള്ള ദാരിദ്ര്യം ആണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടോക്കിംഗ് അബൌട്ട് സ്പിരിച്വൽ പോവർട്ടി. അതാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. അവരവർ പാപികളായി ഉള്ളവർക്ക് ഐ നീഡ് ഹെൽപ്പ്, ഐ നീഡ് എ സേവിയർ, ഐ ആം എ സിന്നർ. ആ ആന്തരിക ആത്മീക ദാരിദ്ര്യം അവർക്ക് തിരിച്ചറിയണം. പാപമാണ് അവരെ ആത്മീകമായി പൂവർ ആക്കിയത്. പാപം നമ്മെ എല്ലാവരെയും ആത്മീകമായി ദരിദ്രരാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ദാരിദ്ര്യം എന്താണ്? പാപിയായ മനുഷ്യന് ജീവനുള്ള ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ല. He has no fellowship with the holy God. ദാരിദ്ര്യമാണത്.
ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് പല പല മതപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി ദ സിന്നർ ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദാരിദ്ര്യമാണത്. അതുപോലെ തന്നെ അത് നിമിത്തം യഥാർത്ഥമായ ട്രൂ സ്പിരിച്വൽ ജോയ് ഇല്ല. ദൈനംദിന ജീവിതം മെക്കാനിക്കലായിട്ട് ആള് ജീവിക്കുകയാണ്. ആ ട്രൂ ജോയ്, ദ സ്പിരിച്വൽ ജോയ്, ദാറ്റ് ഗോഡ് ഈസ് മൈ ഫാദർ, ദാരിദ്ര്യമല്ലേ അത്? ഇതുപോലെ തന്നെയാണ് നിത്യതയുടെ പ്രത്യാശയില്ല. വെറുതെ ഒരു ഓളത്തിന് വേണേ പറയും മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമെന്നൊക്കെ. ഇൻവേർഡ്ലി അവരവർക്കറിയാം they have no hope, no real hope, no true hope. ആ ട്രൂ ഹോപ്പ് നമുക്ക് ലഭ്യമാകുന്നത് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലൂടെയാണ്. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഐ ആം സേഫ് in the hands of God. ആ ക്രിസ്ത്യൻ ഹോപ്പ്, ഇറ്റേണൽ ഹോപ്പ് പാപികളായ മനുഷ്യർക്കില്ല. വീമ്പടിച്ചു എന്ന് വരാം, യഥാർത്ഥത്തിലില്ല. And they are afraid of death and they don't like to talk about death or about eternity. അപ്പൊ ഇതാണ് മനുഷ്യനെ ദരിദ്രരാക്കിയത് ആത്മീകമായി. ഈ ദരിദ്രരോടാണ് സദ്വർത്തമാനം പറയുവാൻ മശിയ വന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തിനായിട്ടുള്ള ദൈവിക വിടുതലിനായിട്ട് പാപികളുടെ ആവശ്യം തിരിച്ചറിയുമ്പോൾ, പാപി ആവശ്യം തിരിച്ചറിയുമ്പോഴാണ് സുവിശേഷം പാപികൾക്ക് സദ്വർത്തമാനമാകുന്നത്. അല്ലെങ്കിൽ it is not a good news for him because he doesn't realize that it is good. അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുമിച്ച് കൂടി വന്നപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇക്കോണമിക്കലി പൂവറായ ആളുകൾ, അക്ഷരാർത്ഥത്തിൽ ദരിദ്രരായ ആളുകൾ ശരിക്കും ഗോസ്പലിന്റെ പ്രചരണത്തിന് ഫെർട്ടൈൽ സോയിലാണ് എന്നുള്ളതിൽ സംശയമില്ല. ഒന്നിലും ആശ്രയിക്കാനില്ല, യാതൊന്നുമില്ല. അങ്ങനെയുള്ളവർ പെട്ടെന്ന് സുവിശേഷം മനസ്സിലാക്കാനും ആഗ്രഹിക്കാനും താല്പര്യപ്പെടുവാനുമൊക്കെ ആളുകൾ അങ്ങനെ തയ്യാറാകും എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്. രണ്ടാമത് 18-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ബദ്ധന്മാർക്ക് വിടുതൽ, ടു പ്രൊക്ലെയിം ലിബർട്ടി ടു ദ ക്യാപ്റ്റീവ്സ്. ഇത് മറ്റൊരു രൂപക ഭാഷയാണ്. ഇതേ പാപിയെ വിവരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ പാപി, ബദ്ധന്മാർ എന്ന് പറഞ്ഞാൽ തടവുകാരനാണ്. ഹി ഈസ് എ പ്രിസണർ. പാപം ഈ വ്യക്തിയെ തടവിലാക്കി, ആന്തരികമായി ആത്മീകമായി. അപ്പൊ നോയിക്കേ, നസ്രത്തിൽ അന്ന് കർത്താവ് ഇത് പ്രസംഗിക്കുമ്പോൾ കർത്താവിന്റെ പ്രഭാഷണം കേൾക്കുന്ന ആളുകൾ, അവിടെ മുന്നിലിരിക്കുന്നവര് അക്ഷരാർത്ഥത്തിൽ പ്രിസണേഴ്സ് അല്ല. അക്ഷരാർത്ഥത്തിലുള്ള പ്രിസണേഴ്സ് ജയിലിലല്ലേ? ഹി ഈസ് ടോക്കിംഗ് ടു പീപ്പിൾ ഇൻ ദ സിനഗോഗ്, സ്പിരിച്വൽ പ്രിസണേഴ്സ്. അവർ സ്പിരിച്വലായിട്ട് ആത്മീക ബന്ധനത്തിലാണ്. ഇവരെ പിശാച് പാപത്താൽ ബന്ധികളാക്കി. ഇവർ അടിമത്വത്തിലാണ്, പാപത്തിന്റെ അടിമത്വത്തിലാണ്. നഷ്ടപ്പെട്ടു പോയ പാപികളുടെ ചിന്ത എന്താണെന്ന് അറിയാമോ? ഓ, വാട്ട് എ ഫ്രീഡം. പാപം ചെയ്യുമ്പോൾ അവര് ചിന്തിക്കുന്നത്, ഞാനിപ്പോ US അല്ലെ ഞാൻ യൂറോപ്പിലാണ്, ഞാൻ എന്തൊരു ഫ്രീഡമാണ് ഇവിടെ. ബന്ധിക്കപ്പെട്ടവന്റെ ചിന്തയും അവൻ സ്വതന്ത്രനാണെന്നാണ്. ഇൻഫാക്ട്
പാപികളായ പല ആളുകളും ചിന്തിക്കുന്നത്, ഞാൻ ഇനി ക്രിസ്ത്യാനിറ്റിയിൽ വന്നു യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിൽ വന്നാൽ അത് എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അങ്ങനെയാണ് പാപികളായ ആളുകൾ ചിന്തിക്കുന്നത്. ദാറ്റ് ഇറ്റ്സെൽഫ് കാണിക്കുന്നത് ശരിക്കും ദാരുണമായ വഞ്ചനയിലാണത്. നോ സിന്നർ ഇസ് ഫ്രീ, ഹി ഈസ് ഇൻ ബോണ്ടേജ്. രക്ഷാനിർണയം പ്രാപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദീസ് ആർ ദ വേർഡ്സ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എ സിന്നർ ഈസ് ഇൻ സ്പിരിച്വൽ ബോണ്ടേജ്. അതിന് വിടുതലുണ്ട്, അതിന് സൊല്യൂഷൻ ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിന്റെ ദർശനമുണ്ടായാൽ എനി സിന്നർ ക്യാൻ ബി ഡെലിവേർഡ്. പാപം എത്ര കടുംചുവപ്പാണെങ്കിലും, ആർക്കും പരിഹരിക്കാൻ കഴിയാത്തതോ എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് വെറുക്കപ്പെട്ട പാപിയാണെങ്കിലും, there is hope in Christ. എത്ര വലിയ ബോണ്ടേജ് ആണെങ്കിലും there is hope in Christ. അത് പ്രഖ്യാപിക്കാൻ, ആ ഗോസ്പൽ പ്രഖ്യാപിക്കാനാണ് ജീസസ് വന്നത്. And now he is in Nazareth in the synagogue. എഫേസ്യർ 2:1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് നഷ്ടപ്പെട്ടു പോയ പാപികൾ പിശാചിന്റെ അടിമത്വത്തിലാണ്. ഇതുപോലെ തന്നെ യോഹന്നാൻ 8:34 നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, വീണുപോയ മനുഷ്യൻ, പാപത്തിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ, പാപത്തിൽ ബന്ധിക്കപ്പെട്ട they are slaves to sin, അടിമകളാണ്. This is the condition of a sinner. പക്ഷെ നിങ്ങൾ കണ്ടോ ആ ഒരു വാക്ക്, ബദ്ധന്മാർക്ക് വിടുതൽ എന്ന്. വിടുതൽ, ആ വിടുതൽ എന്ന വാക്ക് അത് ശരിയായി തർജ്ജമ ചെയ്താൽ അതിന്റെ മൂലഭാഷയിൽ നമുക്ക് കിട്ടുന്ന ഒരർത്ഥം forgiveness. ബദ്ധന്മാർക്ക് ക്ഷമ കിട്ടും. ആത്മീകമായി ബന്ധിക്കപ്പെട്ട ആളുകൾ അവരുടെ പാപത്തിന് ക്ഷമ കിട്ടുമ്പോൾ they are set free from their bondage. അവരോട് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം കർത്താവായ യേശു ക്രിസ്തു മശിയ അവിടുന്ന് ബന്ധിക്കപ്പെട്ട ആളുകളെ അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നു. ബന്ധിക്കപ്പെട്ട ആളുകൾക്ക് വേറെ ഒരു വഴിയുമില്ല. The only way they can be forgiven. എങ്ങനെയാണ്? Jesus took upon himself their sins and he bore the punishment that belonged to them. അത് വിശ്വസിക്കുന്ന മാത്രയിലാണ് ക്യാപ്റ്റീവ്സ് പ്രിസണിൽ നിന്ന് അവർ റിലീസ് ആകുന്നത്, പാപക്ഷമ അവർക്ക് കിട്ടുന്നത്, ബദ്ധന്മാർക്ക് വിടുതൽ. 18 വാക്യത്തിന്റെ 3 ഭാഗം, കുരുടന്മാർക്ക് കാഴ്ച, റിക്കവറി ഓഫ് സൈറ്റ് ടു ദ ബ്ലൈൻഡ്. ഇത് ഫിസിക്കൽ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചല്ല. ഒരു സംശയവും വേണ്ട, കർത്താവ് ഫിസിക്കൽ ബ്ലൈൻഡ്നെസ് ഹീല് ചെയ്യുന്നു. എന്നാൽ കർത്താവ് ഇവിടെ വന്നിരിക്കുന്നത് പറയാൻ ആത്മീക അന്ധതയെക്കുറിച്ചാണ്. പാപിയായ മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയ്ക്കാണ് ആത്മീക അന്ധത എന്ന് പറയുന്നത്. നാച്ചുറലി എ സിന്നർ ഇസ് ബ്ലൈൻഡ്. Blind to what? Blind to the truth, blind to the gospel, blind to Christ, blind to everything spiritual. അന്ധന്മാരാണ് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് കാണാൻ കഴിയുന്നില്ല, സത്യം ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. വളരെ നൈസായിട്ട് നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലരോട്, മനസ്സിലായോ മോനെ, മനസ്സിലായോ ബ്രദറെ, എനിക്ക് അങ്ങനെ ഒന്നും മനസ്സിലായില്ല. വായ്. പിന്നെ ചിലർ പറയുന്ന കേട്ടാ ഒന്നും മനസ്സിലാകത്തില്ല, അത് വേറെ കാര്യം. പറയുന്നവർക്ക് തന്നെ മനസ്സിലാകത്തില്ല. പക്ഷെ എത്ര ലളിതമായി പറഞ്ഞാൽ പോലും ബന്ധിക്കപ്പെട്ട കുരുടറായ, ആത്മീകമായി ആന്തരികമായി
കുരുടരായ ആളുകൾ, they cannot see the truth. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5:21 നോക്കിക്കേ. നഷ്ടപ്പെട്ടു പോയ, വീണുപോയ മനുഷ്യന്റെ സ്ഥിതി. കണ്ണുണ്ടായിട്ടും കാണാതെയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനരുമായ ജനമേ, ഇത് കേൾപ്പി. നമുക്കറിയാം, പിശാചാണ് ആളുകളെ ബ്ലൈൻഡ് ചെയ്യുന്നു. നമുക്കെല്ലാം അറിയാമെന്ന വാക്യം 2 കൊരിന്ത്യ ലേഖനം 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ബട്ട് ദർ ഈസ് ഗുഡ് ന്യൂസ്. യെശയ്യാ പ്രവചനം 42:6 മശിയ വന്നിരിക്കുന്നത് എന്തിനാ? കുരുട്ട് കണ്ണുകളെ തുറപ്പാനും. The Lord opens blind eyes. അല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയരെ, ഇതൊക്കെ നമ്മുടെ വിവരണമല്ലായിരുന്നു. ദരിദ്രർ, ബന്ധിക്കപ്പെട്ടവർ, കുരുടർ, അല്ലേ, പ്രസംഗികളെ കളിയാക്കി എല്ലാം വിമർശിച്ച് താൻ തോന്നികളായി നടന്ന ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടി വന്ന് നമ്മുടെ ഉള്ളിൽ ആത്മാവ് ദൈവവചനത്തിന്റെ ടോർച്ചടിച്ച് സഡൻലി വി സോ. എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മൾ കണ്ടത്. അന്ന് വരെ മറഞ്ഞിരിക്കുന്ന ചിലര് 25-ാം വയസ്സിൽ, 30-ാം വയസ്സിൽ, 15-ാം വയസ്സിൽ, 40-ാം വയസ്സിൽ, 70-ാം വയസ്സിലൊക്കെ മിറാക്കുലസ് ആയിട്ട് ആന്തരികമായ നമ്മുടെ ബ്ലൈൻഡ്നെസ്സിനെ മാറ്റി. വി സോ ഫോർ ദ ഫസ്റ്റ് ടൈം. നാം ആദ്യം നമ്മെ തന്നെ കണ്ടു, that we are damned sinners. Then we saw the solution in Christ, and we were willing to accept the good news and become children of the Most High God. അത് അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യറിയരെ. ഹല്ലേലൂയ. യോ, ദൈവത്തിന്റെ കരുണയും കൃപയാണേ, അല്ലേ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വിവരിക്കുന്ന ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ മുന്നോട്ട് പോവാം. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഒരു മിനിസ്റ്ററിന്റെ മിനിസ്ട്രി എന്താ? നമ്മളിപ്പം സിനഗോഗിൽ നസറേത്തിൽ കർത്താവ് പറയാണ്, മെസ്സിയാനിക് പാസേജിനെ കോട്ട് ചെയ്ത് പോളിനെ കമ്മീഷൻ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. ശരിക്കും എല്ലാ കർത്തൃദാസന്മാരുടെ ഉത്തരവാദിത്വം എന്താ? To preach and to teach the pure gospel of Jesus Christ, that blind eyes will open. എന്റെ കേൾവിക്കാരായ നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം അതാണ്. ആത്മീകമായി അന്ധത പിടിച്ചിരിക്കുന്ന ആളുകളുടെ കുരുട്ട് കണ്ണ് പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്താൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് അതവർ കാണേണ്ടവണ്ണം കാണുവാനും വിശ്വസിപ്പാനും ദൈവം കൃപ ചെയ്യേണ്ടത്. അതിനാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ലെറ്റ്സ് ഫോളോ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ അതുപോലെ അനുഗമിച്ച അപ്പോസ്തലന്മാരുടെ ആ പാതകളും നമുക്ക് അനുഗമിക്കാൻ പ്രിയരെ. കിട്ടുന്ന ചാൻസിൽ, ജോലി സ്ഥലത്ത്, യു ഗോ ടു എനി മീറ്റിംഗ്, അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് വിളിച്ചു, വെഡിങ് ആനിവേഴ്സറി വിളിച്ചു, ഓക്കെ, വാട്ട് എവർ, ടെൽ ദം ദ ഗോസ്പൽ. ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രിയരെ, ഫ്യൂണറൽ ആണേലും കൊള്ളാം, വിവാഹ ശുശ്രൂഷ ആണേലും കൊള്ളാം, എവിടെയാണേലും കൊള്ളാം, ഞാൻ സിമ്പിളായിട്ട് സുവിശേഷം അവസാനിക്കുന്നു. ഇറ്റ്സ് ഓൺലി വൺ മെസ്സേജ്. യേശുക്രിസ്തുവിലൂടെ ആത്മരക്ഷയുണ്ട്. ടെക്സ്റ്റുകൾ വ്യത്യാസമുള്ളതായിരിക്കാം, സുവിശേഷത്തിന് മാറ്റമില്ല. That's what man needs to hear urgently.
നമുക്കെല്ലാവർക്കും കർത്താവ് അതിന് പിന്നെയും ഇടവരുത്തട്ടെ. 4-ാമത്തെ കാര്യം നോക്കി, 18-4. പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ, ടു സെറ്റ് അറ്റ് ലിബർട്ടി ദോസ് ഹു ആർ ഒപ്രസ്ഡ്. ഇവിടെ ശ്രദ്ധിക്കണം, യെശയ്യാ പ്രവചനം 61:1-2 വേദഭാഗത്തിൽ ഈ വാക്കില്ല. ഇത് യെശയ്യാ പ്രവചനം 58-6 വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ നിന്ന് കർത്താവ് ഇത് എടുത്ത് ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. അപ്പൊ പാപമാണ് പാപത്തിന്റെ ഈ വിക്ടിംസിനെ, ഇരകളെ പീഡിപ്പിക്കുന്നത്, ഒപ്രസ് ചെയ്യുന്നത്. സിൻ എത്ര ഡേഞ്ചറസ് ആണ് അല്ലേ? നമ്മുടെ യഥാർത്ഥ സ്ഥിതി, ഒരു നാച്ചുറൽ മാൻ്റെ, സുവിശേഷം വിശ്വസിക്കാത്ത ഒരു അൺബിലീവറിന്റെ ട്രൂ കണ്ടീഷനാണിത്. And there is only one way to be saved. ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ജീവിതത്തിലെ വേദനാജനകമാകുന്ന സാഹചര്യങ്ങളാകാം ഈ പീഡനം. ദുരുപയോഗം ചെയ്യുന്ന ബന്ധങ്ങളാകാം ഈ പീഡനം. പാപഭാരത്താൽ തളർന്നു പോയ, നട്ടം തിരിയുന്ന അനുഭവമാകാം ഈ പീഡനങ്ങൾ. ദൈവത്തിൻ്റെ കൽപ്പനകളെ പാലിക്കുവാൻ വേണ്ടവണ്ണം കഴിയാതെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് നട്ടം തിരിയുന്ന അനുഭവമായിരിക്കാം ഈ പീഡനം. ഇങ്ങനെയുള്ളവരോട് കർത്താവിന് പറയാനുള്ളത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ, ആകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. 4 മെറ്റഫോറിക്കൽ ലാംഗ്വേജുകളാണ് പാപികളായ മനുഷ്യരെ വിവരിക്കാൻ 18-ാമത്തെ വാക്യം ലൂക്ക് 4:18 ഉപയോഗിച്ചിരിക്കുന്നു. വിട്ടുപോകരുത്, ഇത് കർത്താവ് വളർന്നു വന്ന നാസറത്തിലെ സിനഗോഗിൽ കർത്താവ് പ്രസംഗിക്കുകയാണ്. ആദ്യം പാഠം വായിക്കുകയാണ്, പിന്നീട് അവിടുന്ന് ഇരുന്നു. ആൻഡ് ദെൻ ഹി വിൽ ഗിവ് ആൻ എക്സ്പോസിഷൻ ഓഫ് ദ വേർഡ്. എന്നാൽ ഒരു വാക്യം കൂടെ ഉണ്ട് 19-ാം വാക്യത്തിൽ, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ദൈവമക്കളൊരു കാര്യം നോട്ട് ചെയ്യണം. ഇത് യെശയ്യാപ്രവചനം 61-2 വാക്യമാണ്. പക്ഷെ കർത്താവ് ഈ വാക്യം പൂർണ്ണമായി വായിച്ചില്ല. ആ വാക്യം പൂർണ്ണമായി വായിച്ചാൽ യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും അങ്ങനെയാണ്. ജീസസ് അത് പൂർണ്ണമായിട്ട് വായിച്ചില്ല. യഹോവയുടെ പ്രസാദ വർഷം പൊളിച്ചോ. Why is that? ശരിക്കും ഈ വാക്യത്തിൽ കർത്താവിന്റെ 2 വരവിനോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. കർത്താവിന്റെ 1-ാം വരവിൽ പ്രതികാരം, ജഡ്ജ്മെന്റ് അല്ല. He has come to proclaim salvation to the lost. ഇത് യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. They expected the Messiah to come and proclaim judgment to everyone. പക്ഷെ ജീസസ് നോക്കി അവിടെ അത് നിർത്തുന്നു. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ജഡ്ജ്മെന്റ് കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്ങിൽ മാത്രമാണ്. ഇന്ന് അക്സെപ്റ്റബിൾ ഇയർ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ദി ഏജ് ഓഫ് സാൽവേഷൻ, വീണ്ടെടുപ്പിന്റെ യുഗം, രക്ഷയുടെ യുഗം. ഇത് പ്രസംഗിക്കാനാണ് മശിയ
വന്നിരിക്കുന്നത്. സ്തോത്രം. ഈ വചനങ്ങളാണ് കർത്താവ് വായിക്കുന്നത്. അപ്പം വാഗ്ദത്തം ചെയ്ത മശിയ വന്നിരിക്കുന്നു. വാഗ്ദത്തം ചെയ്ത ആത്മരക്ഷ വന്നിരിക്കുന്നു. ജീസസ് is claiming that he is the fulfillment of all prophecies. ഇനി 20-ാം വാക്യം, പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. പുസ്തകം മടക്കി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിതിനോടകം അറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഒരു ചുരുളാണ്. ആ ചുരുള് ഫോൾഡ് ചെയ്ത് അല്ലെ റോൾ ചെയ്ത് എന്നിട്ട് അവിടെ അസിസ്റ്റ് ചെയ്യുന്ന ശുശ്രൂഷക്കാരുടെ കയ്യിൽ തിരികെ കൊടുത്തു. കൊടുത്തിട്ട് ഇരുന്നു എന്ന് കാണുന്നു. ആ പ്രയോഗത്തിന്റെ അർത്ഥം എഴുത്തുകാരൻ നമ്മളോട് പറയാനുള്ളത്, ജീസസ് പഠിപ്പിക്കാൻ ഉപദേശിക്കുവാനായി ആ പൊസിഷനിൽ ഇരുന്നു എന്നതാണ്. പാഠം വായനയ്ക്ക് അവർ ദൈവത്തിന്റെ വചനത്തോടുള്ള റെസ്പെക്ട് നിമിത്തം അവർ എഴുന്നേറ്റ് നിന്ന് വായിക്കും. അത് കഴിഞ്ഞ് റബിമാർ ഇരിക്കും. ഇരുന്നാണ് അവര് ആ വായിച്ച ഭാഗങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ചിന്ത. ജീസസ് വാസ് എ പ്രീച്ചർ. ജീസസിന് മുന്നോടിയായിട്ട് വന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ പ്രീച്ചർ. ജീസസിനെ അനുഗമിച്ച അപ്പോസ്തോലന്മാർ, അപ്പോസ്തോല പ്രവൃത്തികൾ വായിച്ചാൽ 19 പ്രഭാഷണങ്ങൾ കാണാൻ കഴിയും. ദേ വർ പ്രീച്ചേഴ്സ്. ഞാൻ എപ്പോഴും എൻ്റെ ടോക്കുകളിൽ ഇത് ഊന്നൽ കൊടുക്കുന്നത് എന്തിനാണെന്ന് പറയാം. ഈ കാലഘട്ടത്തിൽ ദുഃഖകരമാണ് സോ കോൾഡ് മിനിസ്റ്റേഴ്സ് പ്രചരിപ്പിക്കുന്നത് വി ഡോണ്ട് നീഡ് ടു പ്രീച്ച് എനിമോർ. ഇന്ന് ഞാൻ ഒരു ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടത് ഞാൻ വാസ്തവത്തിൽ അന്തം വിട്ടുപോയി. ഹൗ ക്യാൻ ദേ സേ ലൈക്ക് ദിസ്? വചനം പ്രസംഗിക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്തായി പറയുന്നത്? അത് കേട്ട് ആവേശഭരിതരാകുന്ന ആളുകൾ. John the Baptist, he was a preacher. Our Lord Jesus Christ was a preacher and teacher of the word. The apostles who followed Jesus were preachers. എത്ര തവണയാണ് 18-19 വാക്യത്തിൽ preach, rise, ആ വാക്കിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. ഇരുന്നു എന്ന് പറയുമ്പോൾ now he is going to explain the text. Preaching അതാണ്. ടെക്സ്റ്റ് ഉണ്ട്. 2 എക്സ്പോസിഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ടെക്സ്റ്റ് ഉണ്ട്. 3 ആപ്ലിക്കേഷൻ ഉണ്ട്. അല്ലാതെ പുൾപിറ്റ് കിട്ടുമ്പോൾ മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം കൂടെ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ പറഞ്ഞ് ആളുകളെ എല്ലാം കൂടെ ആവേശഭരിതരാക്കി തീർക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് പ്രീച്ചിങ്. ഇന്നും ദൈവം പ്രസംഗത്തിലൂടെയാണ് ആളുകളെ രക്ഷിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് രക്ഷിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. God has not changed the medium. അവിടെ നിന്നിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞു. ഒരു കാര്യം ഉറപ്പായി. എവിടെ നോക്കിക്കേ, അന്ന് സിനഗോഗിൽ ആരും ഉറങ്ങിയില്ല, അല്ലേ? നമ്മുടെ യോഗങ്ങൾക്കോ ക്ഷീണമാപാശ്രയം. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ഇവിടെ പറയാറുണ്ട്, പൗലോസ് പ്രസംഗിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരുന്നപ്പോൾ ഒരു മനുഷ്യൻ യൂത്തിക്കോസ് ഉറങ്ങി മേളത്തെ നിലയിൽ നിന്ന് താഴെ വീണ് ചത്തുപോയി. പൗലോസ് അവിടെ ഉണ്ടായിരുന്നോണ്ട് ഉയർപ്പിച്ചു കേട്ടോ. ഇന്ന് വല്ലോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരുടെയും കണ്ണുകൾ
അവങ്കൽ പതിഞ്ഞു. നോ വൺ ഫെൽ അസ്ലീപ്. എന്താ അവർ ഇത്രമാത്രം ആ വാക്ക് പതിഞ്ഞു എന്ന് പറയുമ്പോൾ വളരെ സ്റ്റെഡ്ഫാസ്റ്റായി, ദേ ആർ ഗേസിംഗ്, ദേ ആർ സ്റ്റെയറിംഗ്. ഇത് അവർക്കറിയാവുന്ന ഒരാളാണ്, അവരുടെ ഇടയിൽ വളർന്നു വന്ന ഒരാളാണ്. ഇപ്പോൾ ഇതാ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച് മെസ്സിയാനിക് പാസേജ് വായിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവർ കേൾക്കുന്നത് 20 മൈൽ അപ്പുറത്ത് കഫർനഹൂമിൽ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടന്നതായിട്ട്. അവരെല്ലാം അലർട്ടായി. ഇനി ഈ വാക്യത്തെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത്? ഇത് മെസ്സിയാനിക് പാസേജ് ആണ്. വാട്ട് ഈസ് ഹി ഗോയിങ് ടു സേ? അവരിങ്ങനെ കേൾക്കാൻ തയ്യാറെടുത്ത് അലർട്ടായിരിക്കുന്ന ഒരു അനുഭവമാണ്. എല്ലാവരുടെയും കണ്ണുകൾ പ്രസംഗിയാകുന്ന കർത്താവിന്റെ മേൽ ഫാസ്റ്റൻഡായി. 21 വാക്യത്തിൽ അവനവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. പറഞ്ഞു തുടങ്ങിയെന്ന് പറയുമ്പോൾ ഒരു സർമൺ ഉണ്ട് ഇവിടെ, സംക്ഷിപ്തമായിട്ടാണ്. ഷോക്കിംഗ്, ഷോക്കിംഗ്. ആ ഗ്രാമീണ ആളുകൾ വാ പൊളിച്ച് കാണും. അന്ന് വരെയുള്ള പ്രസംഗികൾ അവിടെ വന്ന് ഈ ടെക്സ്റ്റ് വായിച്ചാൽ നമ്മുടെ മെശിയ വരുന്നു 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 വരുന്നു, എത്ര തവണ ഇതിന്റെ വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. ഈ ദിവസം ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. അവർ പ്രതീക്ഷിക്കാത്തത്. കർത്താവ് പറയാ, ടുഡേ ദി സ്ക്രിപ്ചർ ഹാസ് ബീൻ ഫുൾഫിൽഡ് ഇൻ യുവർ ഹിയറിംഗ്. മറ്റ് എല്ലാ ഉപദേഷ്ടാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമായി യെശയ്യാ പ്രവാചകൻ എഴുതിയ പ്രവചനത്തെ കർത്താവ് വ്യാഖ്യാനിക്കുകയാണ്. ടുഡേ, ഇന്ന്. ആളുകളുടെ ചിന്ത എന്താ? മസ്സയ വിൽ കം ഇൻ ദ ഫ്യൂച്ചർ. കർത്താവ് നോ, നൗ, നൗ. All the prophecy is fulfilled in me. Shocking. കർത്താവിന്റെ മറുപടി എത്ര സത്യമായ. യെശയ്യാ പ്രവാചകൻ ആരെ കുറിച്ചാണ് എഴുതിയത്? കർത്താവ് പറഞ്ഞ യെശയ്യാ എന്നെ കുറിച്ചാണ് എഴുതിയത്. ഇതെന്നാ സംഭവിക്കുന്നത്? കർത്താവ് പറയുന്നത് യെശയ്യാ എഴുതിയത് ഇപ്പോഴാണ് സംഭവിക്കുന്നത്. ഇറ്റ്സ് ഫുൾഫിൽഡ് നൗ ഇൻ യുവർ ഹിയറിംഗ്. തെളിച്ച്, നമ്മുടെ ഭാഷ പറഞ്ഞ പച്ചയ്ക്ക് പറയുകയാണ്. നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ, നിങ്ങളുടെ മുൻപിൽ ഇരിക്കുന്ന ഞാൻ, എന്നെക്കുറിച്ചാണ് 700-800 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യാ പ്രവചിച്ചത്. നിങ്ങൾ കാത്തിരിക്കുകയല്ലായിരുന്നു. The time has come. It's fulfilled. രക്ഷയുടെ സന്ദേശം, ഇറ്റ്സ് നൗ. നിങ്ങൾക്ക് ഈ സാൽവേഷൻ ത്രൂ മസ്സയ നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ കഴിയും. എന്തൊരു ഡെലിവറൻസിന്റെ മെസ്സേജാണ്. അവർ കേട്ടതവർക്ക് ആക്ച്വലി വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ആദ്യമൊക്കെ ഒരു പോസിറ്റീവ് റിസപ്ഷൻ അവിടെ ഉണ്ടായെങ്കിലും, ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല, പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്, യു ആർ ദ മസ്സായ, വാട്ട് ആർ യു സേയിങ്? അതെന്താ കാര്യം? അവരുടെ മനസ്സിലൊരു വ്യാഖ്യാനമുണ്ട് മെശിയയെ കുറിച്ച്. മെശിയ വരുമ്പോൾ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊരു വേദശാസ്ത്രം അവരുടെ തലച്ചോറിനകത്ത് നൂറ്റാണ്ടുകളായി കയറിയിട്ടുണ്ട്. ഇത് യോസഫിന്റെ മാനല്ലേ ഈ പറയുന്നേ? അവിശ്വസനീയം. What is he saying? It was not easy for them to accept. They should have accepted, but it was not easy. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിക്കും നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം. യേശു മശിയ എന്നുള്ള തിരിച്ചറിവ് ഒരു വെളിപ്പാടാണ് പ്രിയരെ. കർത്താവ് പള്ളിയിൽ അക്ഷരാർത്ഥത്തിൽ കയറി അവർക്കറിയാമെന്ന ടെക്സ്റ്റ്
തെറ്റ് വായിച്ച് വ്യാഖ്യാനിച്ചിട്ട് ബ്ലൈൻഡ്. ഹൗ ക്യാൻ യു ബി സോ ബ്ലൈൻഡ്? ദാറ്റ്സ് ദ കണ്ടീഷൻ ഓഫ് റിയൽ സിന്നേഴ്സ്. They just don't understand. They are in bondage. ജീസസ് അക്ഷരാർത്ഥത്തിൽ ആ പള്ളിക്കകത്ത് നിന്നിട്ട് പള്ളി റിജക്റ്റ് ചെയ്തു. ഞാനിതൊക്കെ ചിന്തിക്കാറുണ്ട്. ഭാവന, ഇമാജിനേഷൻ. നമ്മുടെ പള്ളിയിൽ യേശു വന്നായിരുന്നെങ്കിലോ? ഒരു ഞായറാഴ്ച പുൾപ്പിറ്റിൽ നിന്ന് നമ്മളിപ്പോ വലിയ വീമ്പൊക്കെ അടിക്കും. അങ്ങനൊന്നും അല്ല, ഇങ്ങനാണ്, അങ്ങനെ, അയ്യോ ഞങ്ങൾ ആരാധിച്ചു കളയും. These were good people, Jewish people. They were blinded by religion. പിതാക്കന്മാരുടെ പാരമ്പര്യവും മറ്റ് പല കാര്യങ്ങളിലും ബന്ധിക്കപ്പെട്ടവരായി മശിയായെ തിരിച്ചറിയാൻ കഴിയാതെ ഇരുന്നു. ഒരിക്കൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പീറ്ററിനോട് ചോദിച്ചു, Who do you say I am? In fact, he asked the disciples, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. It is only by revelation that we can understand Jesus. കൃപയാൽ നമ്മൾ താൻ തോന്നികളായി നടക്കുന്ന സമയത്ത് ബന്ധിക്കപ്പെട്ട നമ്മുടെ അകത്തെ കണ്ണിനെ ദൈവമായ കർത്താവ് തുറന്ന് സുവിശേഷം വിശ്വസിപ്പാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. യേശു ദൈവത്തിന്റെ പുത്രനെന്ന് ആ വെളിപ്പാട് നമ്മുടെ അകത്ത് തന്നതോർത്ത് വേറെ നമുക്കിനി ആരും നമ്മുടെ ആരാധനയെ ഉത്സാഹിപ്പിക്കാൻ വേണ്ട. You just need to think about this and start worshiping God. It is a revelation that you know beyond a shadow of doubt that Jesus is the Messiah. He is the Savior. ഒരു സംശയവുമില്ലാതെ അകത്ത് അരക്കിട്ട് ഉറച്ച് വിശ്വസിക്കുന്നത്, that's because of a revelation. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയാണ്. 22 മുതൽ ഉള്ള വാക്യങ്ങൾ അതൂടെ ഞാൻ ഈ നാസറത്ത് മാനിഫെസ്റ്റോയിലേത് ഞാൻ അടുത്ത ആഴ്ചയിൽ സംസാരിക്കുമെങ്കിൽ ഇപ്പോൾ ഞാനൊന്ന് വായിക്കാം. എല്ലാവരും അവനെ പുകഴ്ത്തി. അതാണ് ആദ്യത്തെ അനുഭവം. അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞു. അവിടെ നെഗറ്റീവ് ആകട്ടോ. Who do you think you are? ആ അർത്ഥത്തിലാണ്. You mean to say that you are the Messiah? ഇരുപത്തിരണ്ടാം വാക്യം മുതൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് ഗോഡ് വില്ലിംഗ് ലെറ്റ് us think. അത് നമുക്ക് അങ്ങ് ഏറ്റവും 30ാമത്തെ വാക്യം വരെ ചിന്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. They threw him out of the town. അവനെ കൊല്ലുവാൻ ഭാവിച്ചത്. Listen to me very carefully as I end the message. ഏറ്റവും വലിയ സന്ദേശം കേട്ട ആളുകളാണ് നസറേത്തുകാർ. പ്രസംഗിയെ കൊല്ലുവാൻ അവർ ഭാവിച്ചു. ജീസസ് അവിടെ വിട്ടുപോയി. This is the fate of real true preachers. അവരെ ഒറ്റപ്പെടുത്തും, പുറത്താക്കപ്പെടും. പള്ളിയിൽ നിന്ന് മാത്രമല്ല, സമൂഹത്തിൽ നിന്ന് വരെ പുറത്താക്കപ്പെടും. അതെന്താ? അത് ആ പ്രസംഗം അങ്ങോട്ട് തുടരുമ്പോൾ കട്ടിക്ക് ചില കാര്യം കർത്താവ് പറഞ്ഞതിന്റെ സംക്ഷിപ്തം ഇത്രയേ ഉള്ളൂ. യു നീഡ് ടു ബി പൂർ ഇൻ സ്പിരിറ്റ് ടു ഹാവ് ദ ഗുഡ് ന്യൂസ്, ടു ബി ഡെലിവേർഡ് ബൈ ദ ഗുഡ് ന്യൂസ്.
സൊല്യൂഷൻ അനുഭവിക്കണമെങ്കിൽ യു നീഡ് ടു റെക്കഗ്നൈസ് യുവർ പോവർട്ടി. ഇവര് സമ്പന്നരായിരിക്കുക, ഗ്രാമീണ ആളുകൾ. പൂർ ഇൻ സ്പിരിറ്റ്, യു ആർ ദ മസായ. നെക്സ്റ്റ് വീക്ക്, ഗോഡ് വില്ലിംഗ്, ഗോഡ് ബ്ലസ് യു.